കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് മക്കൾ പഠിക്കുവാനായിട്ട് വിദേശത്തും സ്വദേശത്തുമൊക്കെ പോകുന്നവരാണ്. മുൻപ് എന്നതിനേക്കാളും കൂടുതൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. ഈ പഠനം അവർക്കൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവരായിരിക്കണം. ജോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിശബ്ദനായിരുന്ന് ശ്രവിക്കുക, നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്ന മക്കൾക്ക് മാത്രമല്ല, നമ്മളും ദൈവ തിരുസന്നിധിയിൽ ശാന്തമായിരുന്നാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ജ്ഞാനം നമ്മുടെ ദൈവം നമുക്ക് പകർന്നു തരുമെന്നുള്ളതാണ്. ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കണം. പക്ഷെ പലപ്പോഴും നമുക്ക് ശാന്തത പാലിക്കുവാൻ പ്രയാസമാണ്. ഈ കാലഘട്ടത്തിൽ വലിയ ഒച്ചപ്പാടും വലിയ ബഹളങ്ങളുമാണ്. നമുക്ക് പാട്ടുമൊക്കെ 4 വീട് അപ്പുറത്തുള്ള ആൾ കേൾക്കണം. നമ്മുടെ വീട്ടിലൊരു പാട്ട് വെച്ച്, നമ്മുടെ വീട്ടിൽ ആഘോഷം ഉണ്ടായാൽ നാട് മുഴുവൻ അറിയണം. അത് തിരുനാളായാലും ആഘോഷങ്ങളായാലും വിവാഹമായാലും മാമോദീസയായാലും ബർത്ത്ഡേ ആയാലും എല്ലാം അങ്ങനെയാണ്. വലിയ ബഹളങ്ങളാണ്. ശാന്തതയോടെ ശ്രവിക്കുവാൻ, ശാന്തമായിരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, പരിശ്രമിക്കാം. തീർച്ചയായും നമ്മൾക്ക് ഈ ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിരുന്നാൽ ദൈവം നമ്മെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. കർത്താവായ ഈശോയെ, അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ശാന്തത അവിടുത്തെ സന്നിധിയിലും ഞങ്ങളുടെ ജീവിതത്തിലും പുലർത്തുവാൻ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പാപം നിറയും ലോകം, നിന്റെ വചനം ഞങ്ങൾക്കഭയം. പാപം നിറയും ലോകം, നിന്റെ വചനം ഞങ്ങൾക്കഭയം. പാപപ്രലോഭനത്തിൽ തകരാതെ കാത്തിടേണം. ദുഷ്ടാരൂപിയിൽ നിന്നും നിൻ കരതാരിൽ ചേർക്കേണം. നിൻ കൃപയേകിടേണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.